ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അനദർ മൂവി റിവ്യൂ. പക്ഷെ പടത്തിന്റെ പേരെന്താന്ന് അറിയത്തില്ല. ഡെയ്സി ഡെയർ. അതിന്റെയാ? പക്ഷെ മലയാളത്തിൽ കാണുമ്പോ അത് ഡി അല്ലേ, ഡി എന്നല്ലേ ഡയറല്ല, ഡി അല്ല, ആറാന്ന് ഒരു പടത്തിന്റെ റിവ്യൂ പേര് പോലെ പക്ഷെ മലയാളത്തില് നമ്മ ഏത് സിനിമ എന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാലിന്റെ പുതിയ സിനിമ. അതായത് ഒരു ദിവസം കൊണ്ട് 10 കോടി അടിച്ച് ഇങ്ങനെ അവൻ ചെങ്ങനെ നല്ല അഭിനയിക്കുന്നുണ്ട്. നല്ല രസം. സമ്മതിച്ചേ, ഫാനാ സമ്മതിച്ചേ. ക്വാളിറ്റി ഉള്ള ഒരു പടം. അതെന്തുകൊണ്ടാണ് ക്യാരക്ടർ റിച്ചാണ്, അതായിരിക്കും. പടത്തിന്റെ മേക്കിംഗ് ആ സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ മേക്കിംഗ് ആ സെറ്റപ്പ് അല്ല, ബാക്കിയെല്ലാം എടുത്തു വെച്ച ഇപ്പൊ പഴയ വീട്ടിലെ നമ്മത് കണ്ടന്റ് പറയൂല, മനസ്സിലായി? അത് പറയൂലല്ലോ. ഇവനങ്ങനെ ജഡ്ജ് ചെയ്യാൻ ആ സിനിമ അങ്ങനെ അവൻ നല്ല പൈസക്കാരനാണ്. അവന് പോർഷ ഉണ്ട്, BMW ഉണ്ട്. അതുകൊണ്ട് പക്ഷേ അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞു, അല്ല അതുകൊണ്ടൊന്നല്ല. അത് നമ്മതാ ഉദ്ദേശിച്ചത്. ഇപ്പൊ പറയും ലാസ്റ്റ് എത്തുമ്പോ പോയത് വീട് മാറി, വീട് മാറി ലാസ്റ്റ് എത്തുമ്പോ പഴയ വീട്ടിലെത്തി കത്തിക്കുന്നത്. ഇത് കത്തിക്കുന്ന ആരാ കത്തിക്കുന്നത്? ഇതാകെ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 2 മണിക്കൂർ ഇല്ലല്ലോ അല്ലേ? 2 മണിക്കൂർ ഇല്ലല്ലോ. 1:53 മിനിറ്റ്. അത് ഭയങ്കര രീതിയില് ഒരു സാധനം, ഭയങ്കര ആളും നേരെ പിടിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് കൈകാലത്തിന് നല്ല രസമുണ്ട് പടം, അടിപൊളിയാണ്. ഇങ്ങനെ പിടിക്കാണ്ട് ഇതൊന്നും പൊട്ടുന്ന കട്ട് ചെയ്യാനാക്കല്ല. പറ അടിപൊളി പടേനു. ഇനി എടാ സിനിമ എന്ന് വെച്ചാ ഗോസ്റ്റ് ഉണ്ടായില്ല ശരിക്കും. നല്ലൊരു ഹൊറർ പടം. സീൻ കാണിച്ചപ്പോ ഒരുത്തനാടൻ തുള്ളി. ഞാനില്ലേ സിമെന്റ് അംബുജ സിമെന്റ് അതിൽ ആടിയിരുന്നു. ഞാൻ ഈ പെട്ടെന്ന് അത് പേടിയല്ല, അത് റിഫ്ലക്ഷൻ ആണ്. അത് പക്ഷേ ഉണ്ടല്ല, സിനിമ തിയേറ്റർ മസ്റ്റ് ആണേ. ഫോണിലൊന്നും ഓരോരുത്തന്മാരെ കാണൂല, പേടിച്ചിട്ടല്ല കാണാൻ വേണ്ടിട്ട് ഇല്ല ഫോണില് ശരിക്കും അല്ലെ. ഫോണില് കാണാണ്ടില്ല. ഹെഡ്സെറ്റ് എനിക്കറിയില്ല, ഞാൻ ഇപ്പൊ തിയേറ്ററിലെ കണ്ടില്ല. TV കണ്ടുകൂടെ ഫോണില്? TV പക്ഷെ ഇല്ല, പറ്റൂല അങ്ങനെ, മനസ്സിലായി? ആ തിയേറ്ററിൽ വന്ന ജംപ് സ്കെയറിൽ നമുക്ക് നെട്ടുക. അതെല്ലാം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്, രസമുണ്ട്. കണ്ടിരിക്ക. എന്താവും അടുത്തത്, എന്താവും, എങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നത്. എന്താ ചെയ്യാത്തത്? സത്യം ഈ ഗോസിയെ കാണിക്കൂലേ ഇങ്ങനെ പഴയ സിനിമത്തെ പോലെ അങ്ങനത്തെ പ്രയോഗമൊന്നുമല്ല. ഇത് ഐസ്ക്രീം പാട്ടെല്ലാം എടുത്തിട്ട് ഈ കാലഘട്ടത്തിൽ ഇറങ്ങി ഐസ്ക്രീം ഒന്നും അങ്ങനെ ഐസ്ക്രീമിന്റെ പാട്ട. ഞാൻ ഇവരോട് ഇവൻ പറഞ്ഞ് പ്രേതം വരുമ്പോ ലൈറ്റ് ഓഫ് ആവുന്നു. അതിൽ പണ്ടത്തെ സിനിമ ഇല്ല, അതല്ല ഐസ്ക്രീം ഒന്നും തിന്നുന്നില്ല. അല്ല ആടെ ലൈറ്റ് ഒന്നും ഓഫ് ആവുന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ഓഫ് ആവുന്നത്. അതിൽ പണ്ടത്തെ പ്രേതാണ് ഗൈസ്. ലൈറ്റ് എല്ലാം വരുമ്പോ പറയുമ്പോ പിറ്റേ ദിവസം ഫുള്ള് ലൈറ്റ് ലാസ്റ്റ് ഫ്ലാഷ് അടിച്ചിട്ട് പോകുന്നുണ്ടായി. നീ ഒന്ന് ഓക്കെ അതെന്തായിക്കോട്ടെ. പക്ഷെ അല്ല പണ്ടത്തെ സിനിമ അതിനകത്ത് ഇരുട്ടില് അല്ല മറ്റേ ലൈറ്റ് പോകുമ്പോ സാരി അതല്ല പറയട്ടെ ഇട്ടായില് കണ്ടിരാ. അല്ല ഡാൻസിന് 30 ആൾക്കാരെ കാണുന്നില്ല. 30 ആൾക്കാരിൽ ഒരു ഇത് സിനിമയിലെ കഥയുടെ ഫുള്ള് പറഞ്ഞാലും നമുക്ക് വ്യൂസ് ഇല്ല. പിന്നെ അത് സത്യമാണ്. അതുകൊണ്ടാ പറയുന്ന കേട്ടാ. പറയാൻ പറ്റില്ല, ഇത് കയറിയാലോ. ഇത് കയറി നൈസായിരിക്കും. എല്ലാവരും ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. വെറുതെ ഒപ്പീനിയൻ റിവ്യൂ ഒന്നായിട്ട് കൂട്ടണ്ടായിരുന്നു. ഇതെങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ ഇത്ര 4 മിനിറ്റിൽ നിങ്ങൾക്ക് അന്ന് റിവ്യൂ ആയിട്ട് തോന്നിട്ടുണ്ടോ? ഇല്ല, ഇവരോരോ പടം അടിപൊളിയാണ്. എല്ലാരും ഒന്ന് പോയി കാണുക. നമ്മ ഇന്ന് വന്നിട്ടുള്ള അർച്ചനയിലായിരുന്നു, ഫ്രണ്ടിലായിരുന്നേ. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടാ? ഇല്ലില്ല, മാർക്കോല ഇങ്ങനെ മാർക്കോ ഒരു സൈഡില് ഫ്രണ്ടിൽ അടിപൊളിയാണ്. എല്ലാരും കാണാത്തവര് കാണാ, വേണ്ടാത്തവര് വേണ്ട. പക്ഷെ എന്നാലും കാണാൻ ഇത് കാണുന്ന. ബൈ ഗായ്സ്, ചേട്ടാ.